അതെ, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ കാന്താരി മുളക് ഉണ്ടായി കാണണമെന്ന് ആഗ്രഹമില്ലേ? 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക് കൃഷി ചെയ്തെടുക്കാം. ഇത് വെള്ള കാന്താരിയാണ്. നമ്മുടെ അടുക്കളയിലേക്ക് എന്നും ആവശ്യമുള്ള പച്ചക്കറി ഇനമാണ് പച്ചമുളക്. 4-5 പച്ചമുളക് നമുക്ക് എന്നും ആവശ്യം വരും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളകിൽ ധാരാളം വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതേപോലെ 2-3 തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വർഷം മുഴുവനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടും. അപ്പോൾ സാധാരണയായി പച്ചമുളക് വളർത്തിയെടുക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം വെള്ളീച്ചയാണ്. സാധാരണയായി കീടനിയന്ത്രണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനികളാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുന്ന കീടങ്ങൾ പെറ്റുവരുവാൻ ഇടയാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒന്ന് മാറി ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെള്ളീച്ചയെ നിയന്ത്രിക്കുന്നതിനായി ഞാൻ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി എന്താണെന്ന് നോക്കാം. അത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിന് വേണ്ടത് സബോളയുടെ തൊലി, അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി. അപ്പോൾ ഈ സബോളയുടെ തൊലിയിൽ മാഗ്നീഷ്യം, അയൺ, ഫോസ്ഫറസ്, നൈട്രജൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു വളവും അതേപോലെ തന്നെ ഒരു ജൈവ കീടനാശിനിയുമാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സബോളയുടെയും വെളുത്തുള്ളിയുടെയും അതേപോലെ തന്നെ ഇഞ്ചിയുടെയൊക്കെ തൊലി പുളിച്ച കഞ്ഞിവെള്ളത്തിൽ 2 ദിവസം ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട്, ഇപ്പോൾ 1 ഗ്ലാസ് ആണെങ്കിൽ അതിലൊരു 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ 1 ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ വെള്ളീച്ചയുടെ അറ്റാക്ക് കുറയും. വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അത് പഴുക്കാൻ നിർത്തിയത്, ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചിട്ട് ഉണക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ കൂടുതലുള്ളത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ചെടി ഉണ്ടായാൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് കിട്ടും. ഇത് നിറയെ കായ്ച്ച് ഇതിന് നല്ല നാടൻ ഇനായതുകൊണ്ട് തന്നെ നല്ല പ്രതിരോധ ശക്തിയുള്ള ഒരു വിളയാണ് വെള്ളക്കാന്താരി. ഇത് കണ്ടില്ലേ, ധാരാളം പഴുത്തുണ്ട്. ഇത് പഴുത്തതൊക്കെ പൊട്ടിച്ചിട്ട് ഉണക്കണം. ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് കറികളിൽ ഉപയോഗിക്കാമല്ലോ. ഇതിന് 2 ചെടിയുള്ളൂ കേട്ടോ. കൊളസ്ട്രോൾ കൂടുതലുള്ളവർ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അംശം കുറയ്ക്കാൻ സഹായിക്കും. ഇത് നാടൻ ഇനായതുകൊണ്ട് തന്നെ നല്ല പ്രതിരോധ ശക്തിയുണ്ട്. കീടങ്ങളുടെ അറ്റാക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് വെളുത്തുള്ളി, സബോളയുടെ തൊലിയൊക്കെ ഇട്ട് വെച്ച ആ ലായനി. ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഞെരടി പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീര് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അപ്പോൾ ഈ ലായനി ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ 1 ദിവസം വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ ഉള്ളിത്തൊലി, സബോള തൊലിയൊക്കെ കൂടി ഉണ്ടാക്കിയ ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കണം. ഇത് വൈകുന്നേരങ്ങളിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇലയുടെ അടിയിൽ വീഴത്തക്ക വിധം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെള്ളീച്ച വന്ന് ഈ ഇലകളിൽ നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന്, സാധാരണ എല്ലാ വിളകളും പെട്ടെന്ന് നശിക്കാൻ ഇടയാകും. അപ്പോൾ അതുകൊണ്ട് വെള്ളീച്ചയുടെ ആക്രമണം അധികമാവുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് നിയമധിഷ്ഠിത അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉള്ളിത്തൊലിയുടെയൊക്കെ കീടനാശിനികൾ ആഴ്ചയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം.